നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നാളെ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടി 10th ലെവലായാലും +2 ലെവലായാലും ഡിഗ്രി ലെവലായാലും പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ശ്രീ യു ഷറഫലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഷെയ്പ്പാണ് പേലോഡുകളിൽ ഉൾപ്പെടാത്തത്. ലാൻഡറിലെ പേലോഡുകൾ ഏതൊക്കെയാണ്? രംഭ LP. എന്താണ് രംഭ LP? റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മുർ പ്രോബ് എന്നതാണ് രംഭ LPയുടെ ഫുൾ ഫോം. ഒന്നുകൂടെ പറയാം. റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ലാങ്മുർ പ്രോബ്. അടുത്ത പേലോഡാണ് ചാസ്തെ. ചാസ്തയുടെ ഫുൾ ഫോം എന്താ? ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്. ചാസ്തയുടെ ഫുൾ ഫോം എന്താ? ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്. അടുത്തത് ഇൽസ, ILSA, ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഇനി ഒരു പേലോഡും കൂടെ ഉണ്ട്, LRA എന്ന പേലോഡ്. LRA ഫുൾ ഫോം എന്തുവാ? ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ. ലേസർ റിട്രോ റിഫ്ലക്റ്റഡ് അറേ. ഈ 4 പേലോഡുകളാണ് ചന്ദ്രയാൻ 3യിലുള്ളത്. ഇനി ഇത് ലാൻഡറിലെ പേലോഡുകളാണ്. റോവറില് 2 പേലോഡുകളുണ്ട്. ഒന്ന് ലിപ്സ് LIBS, രണ്ടാമത്തത് APXS. ലിപ്സിന്റെ ഫുൾ ഫോം എന്താ? ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. അടുത്തത് APXSന്റെ ഫുൾ ഫോം ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ഇത്രയാണ് ലാൻഡറിലെയും റോവറിലെയും പേലോഡുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P. വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മുടെ കേരള സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. ഇത് ഏർപ്പെടുത്തിയ വർഷം ഏതാ? 1993 ആണ്. 1993. അപ്പോൾ 2021 P. വത്സലയ്ക്ക് ലഭിച്ചു. 2022 ആർക്ക് ലഭിച്ചു? സേതുവിന് ലഭിച്ചു. 2023 SK വസന്തന് ലഭിച്ചു. 2024 NS മാധവന് ലഭിച്ചു. 2025 കവിയും നിരൂപകനുമായ KG ശങ്കരപിള്ളയ്ക്കാണ് ലഭിച്ചത്. അപ്പൊ 2020 തൊട്ടൊന്ന് നോട്ട് ചെയ്യുക. 2020 പോൾ സക്കറിയ, 2021 P. വത്സല, 2022 സേതു മാധവൻ, അതായത് A. സേതു, 2023 ഡോക്ടർ SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപിള്ള. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാട് രചിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. EMSന്റെ മറ്റ് പുസ്തകങ്ങൾ ഏതൊക്കെയാ? ബെർലിൻ ഡയറി, കേരളം മലയാളികളുടെ മാതൃഭൂമി, റിപ്പീറ്റിംഗ് ചോദ്യമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം ഇന്നലെ ഇന്ന് നാളെ, വേദങ്ങളുടെ നാട്, കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള. ഇതൊക്കെ EMSന്റെ പുസ്തകങ്ങളാണ്. EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രത്തിന്റെ പേരെന്താ? പ്രഭാതം. ഓക്കെ. അടുത്ത ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? P. വത്സലയാണ്. P. വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. ബാക്കി പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ, ഇവയൊക്കെ ആരുടെ കൃതികളാണ്? സേതുവിന്റെ കൃതികളാണ്. P. വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? നെല്ല്, എപ്പോഴും ചോദിക്കാറുണ്ട്. നെല്ല് എന്ന കൃതിയുടെ രചയിതാവാരാണ്? P. വത്സല. ആഗ്നേയം, അരക്കില്ലം, വിലാപം, അരുന്ധതി കരയുന്നില്ല, ഇവയൊക്കെ P. വത്സലയുടെ കൃതികളാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 എന്തുകൊണ്ട് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു? ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്റർനാഷണൽ സ്പേസ് ഇയർ എന്നാണ് 1992 ഇന്റർനാഷണൽ മൂൺ ഡേ എന്നാണ് ജൂലൈ 20. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഉൾപ്പെടാത്തത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ബാക്കി മൂന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് എവിടുത്തെ ഭരണത്തെയാണ്? തിരുവിതാംകൂറിലെ ഭരണത്തെയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വർഷം ഏത്? 1836. അപ്പൊ ഇവിടെ ഉൾപ്പെടാത്തത് ഏതാണ്? 3 മാത്രമാണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഗോദാവരിയാണ്. ഗോദാവരി. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ബന്ധമില്ലാത്തത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഇവ രണ്ടുമാണ് ബന്ധമില്ലാത്തത്. കിഴക്കൻ തീര സമതലത്തിനാണ് വീതി കൂടുതൽ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത്? 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം, സ്ഥിരം ചോദ്യം, ഝാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ്? ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? UP ആണ്, ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ദേശീയ ജലപാതകൾ നോക്കിയിരിക്കണം. അതിലെപ്പോഴും കേരളത്തിലെ ചോദിക്കാറുണ്ട്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 3ലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശും മ്യാൻമറുമാണ്. വടക്ക് കിഴക്ക് ചോദിച്ചാൽ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നേപ്പാൾ, ചൈന, ഭൂട്ടാൻ. വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. തെക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപുമാണ്. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 21A ആണ്. ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്ത്? ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? കൽക്കത്ത സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും, നീളം കൂടുതലാണ്, അപ്പൊ 3:2 എന്ന അനുപാതത്തിലാണ് നീളവും വീതിയും വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1993 ഒക്ടോബർ മാസം 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? 12 ഒക്ടോബർ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്. അടുത്ത ചോദ്യം, ദേശീയ മുദ്രയുടെ
ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗിരി ലിപി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. സമ്പാദ് കൗമുദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബംഗാളി ഭാഷയിലാണ് ഈ പത്രം പുറത്തിറങ്ങിയത്. രാജാറാം മോഹൻ റോയ്. ഈ പത്രം പുറത്തിറങ്ങിയ വർഷം 1821 മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയതാണ്. സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് തന്നെയാണ്. പിറ്റേ വർഷം 1822 ഈ പത്രം പുറത്തിറങ്ങിയത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനും പിതാവുമായി അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ പത്രപ്രവർത്തനത്തിന് തുടക്കക്കാരൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയിലെ ആദ്യ യഥാർത്ഥ പത്രപ്രവർത്തകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ബ്രസീലാണ്. ബ്രസീൽ. ഓക്കെ, ബ്രസീൽ. അടുത്ത ചോദ്യം, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. വിശ്വഭാരതി സർവകലാശാല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. 1919 ജാലിയൻ വാലാബാഗ് മാസകർ നടന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. സാരേ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഭക്രാനങ്കലാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്താണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് അഥവാ കരിനിയമം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആര്? PT ഉഷയാണ്. PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി, 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? പാമ്പാർ ആണ്. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആര്? നഞ്ചിയമ്മയാണ്. നഞ്ചിയമ്മ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്ക്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. അടുത്ത ചോദ്യം, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? അരുവിപ്പുറമാണ്. അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാ? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1924. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം. തെറ്റിക്കാൻ കണ്ടോ? ആര്യ സമാജം തന്നെ ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അരയ സമാജമാണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ച വർഷം ഏതാ? 1861. 1861. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആരാ? കെ കേളപ്പൻ. 2ാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ.
കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. 2024 നടന്ന ഒളിമ്പിക്സിന് വേദിയായ നഗരമേത? പാരീസ് ഒളിമ്പിക്സ് ആണ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, ബാക്കി 3 ശരിയാണ്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രീതി ഏതാ? സമ്പർക്കം മുഖേനയാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹസ്പർശം എന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. അപ്പൊ ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ, ദാറ്റ് ഈസ് ഫാഗോസൈറ്റ്സ് ഏതൊക്കെയാ? മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി. വനവിഭവം അല്ലാത്തത് ഏത്? വനവിഭവം അല്ലാത്തത് മണ്ണെണ്ണയാണ്. അമ്ലമഴ, ദാറ്റ് ഈസ് ആസിഡ് റെയിൻ, ഇതിന് കാരണമായ വാതകം ഏത്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങളാണ് മഴവെള്ളത്തിൽ ലയിച്ച് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്. ഏറ്റവും കൂടുതൽ ചണം അഥവാ ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തു. SCERT-ൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ് ശുദ്ധജലത്തിന്റെ pH മൂല്യം. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിന്റെ സംഭാവനയാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? എപ്പോഴും ചോദിക്കാറുണ്ട്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഉത്കൃഷ്ട വാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിൾ ഏത് ഗ്രൂപ്പിലാണ്? അവസാനത്തെ ഗ്രൂപ്പിലാണ്, ദാറ്റ് ഈസ് 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ക്ലോറിൻ ആണ്. അടുത്തത്, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? കാർമോയിസിൻ ആണ്. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭ്രമണ ചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന ബെൻഡിങ്, ദാറ്റ് ഈസ് വ്യതിയാനം, അതിനെ വിളിക്കുന്ന പേര് അപവർത്തനം, റിഫ്രാക്ഷൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം എന്നാൽ എന്താണ്? ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ. അടുത്ത ചോദ്യം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം കാറ്റ്, തിരമാല എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ 100ഓളം ചോദ്യങ്ങൾ, 100ൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നുള്ള പല ചോദ്യങ്ങളും നാളത്തെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നോക്കി പഠിച്ചു വെച്ചേക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹർഷിതം എജുടെക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യൂ. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. അതുപോലെ ഹർഷിതം എജുടെക് ആപ്പിൽ ഇനി വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി LGS മുതലായ പരീക്ഷകൾക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും ക്ലാസുകൾ ഈ വരുന്ന തിങ്കളാഴ്ച നവംബർ മാസം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അഡ്മിഷൻ ഇങ്ങനെ ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, സീറ്റുകൾ ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.